ഇന്ന് നമുക്കൊരു തട്ടുകടയിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയാലോ? കോയമ്പത്തൂർ ഫേമസ് ആയിട്ടുള്ള ഒരു തട്ടുകടയിലേക്കാണ് നമ്മൾ പോകുന്നത്. വെൽക്കം ബാക്ക് ടു നില നേരം. അപ്പം നമ്മൾ പോകുന്നത് കോയമ്പത്തൂർ ലക്ഷ്മി മിൽസിന് ഓപ്പോസിറ്റ് സൈഡ് കട്ട് റോഡിനകത്തുള്ള കബാലി ദോശക്കടയിലേക്കാണ് കേട്ടോ. ഇവിടെ പൊതുവേ ട്രാഫിക് കുറച്ച് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ബൈക്കിൽ വരുന്നതാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. ഇതാണ് കേട്ടോ തട്ടുകട. ഇവിടെ മട്ടൺ, ചിക്കൻ, എഗ്, പനീർ എന്ന് വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് വെറൈറ്റീസിലുള്ള ദോശ ആൻഡ് കൽക്കി, ഓംലേറ്റ്, ഹാഫ് ബോയിൽ, ഫുൾ ബോയിൽ അങ്ങനെ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് ഞാൻ ഗീ മട്ടൺ ദോശയും വിവി കബാലി ദോശയാണ് കേട്ടോ. ഇവിടെ ഒരേ കല്ലിൽ തന്നെ 6 ദോശ ഇവർ ഒരുമിച്ചുണ്ടാക്കും. കാണാനും നല്ല രസമാണ്. അതുപോലെ ഇവരുടെ ടേസ്റ്റ് പിന്നെ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കബാലി ദോശയുടെ അകത്ത് ഒരു ഫുൾ ലെഗ് പീസും, മട്ടൺ ആണെങ്കിൽ മട്ടൺ നല്ല പൊടിയായി അരിഞ്ഞിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ മട്ടണും ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കറി വരുന്നത് ചിക്കൻ, മട്ടൺ. അപ്പോൾ ഇവർ നമുക്കത് അപ്പം തന്നെ ഒഴിച്ചു തരും. ചിക്കൻ കറി, മട്ടൺ കറി, അതുപോലെ ഞണ്ട് കറി, പിന്നെ ചട്നീസും അവിടെ അവൈലബിൾ ആയിട്ട്. ഞങ്ങളുടെ ദോശയിൽ തന്നെ എക്സ്ട്രാ ഗ്രേവി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞണ്ട് കറിയൊന്നും വാങ്ങിച്ചില്ല, ചിക്കനും മട്ടണും വെച്ചാണ് കേട്ടോ കഴിക്കുന്നത്. ഇവിടുത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഞങ്ങൾ ആദ്യം ഒരു ദോശ കഴിച്ചു. സെക്കൻഡ് ഞാൻ വീണ്ടും ഗീ മട്ടൺ ദോശ തന്നെയാണ് വാങ്ങിച്ചത്. വിവി വാങ്ങിച്ചേക്കുന്നത് ഒരു എഗ് പൊടി ദോശയാണ് കേട്ടോ. ഇവിടുത്തെ ദോശയൊക്കെ റേറ്റ് വരുന്നത് ഒരു മാക്സിമം 60 റുപ്പീസിനാണ്. അതേപോലെ തന്നെ ഓംപ്ലേറ്റ്സ്, ഹാഫ് ബോയിൽ, കൽക്കി എല്ലാം വളരെ റേറ്റ് കുറഞ്ഞിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുമാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 2 ദോശയും കഴിച്ചു. ഇവിടെ നിങ്ങളൊരു 9 മണിക്ക് ശേഷം വരുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് തിരക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വിവി നേരെ വെച്ച് പിടിക്കുന്ന എങ്ങോട്ടേക്കാണ് എന്നറിയോ? ഇതിനടുത്തൊരു ഡിസേർട്ടിൻ്റെ അടയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.